ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പാണ് കേട്ടോ. അതിനായിട്ട് ഇന്നലെ ഉണങ്ങലരിയും പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് ഇന്ന് രാവിലെ നന്നായിട്ട് അരച്ചെടുത്തു. ഞങ്ങളിതിന് വെള്ളപ്പം എന്നാട്ടോ പറയല്. ചിലവര് ചീയപ്പം, നീർദോശ എന്നൊക്കെ പറയും. അങ്ങനെ വെള്ളപ്പൊക്കെ ചുട്ടെടുത്തു കേട്ടോ. ഇനി ഇപ്പാക്ക് കൊണ്ടാകാൻ ചായ ഫ്ലാസ്കിലാക്കാണ്ട് 5:30 ആകുമ്പോഴത്തേന് ചായയും കടയൊക്കെ ആവണം കേട്ടോ. ഇപ്പാക്ക് ഇവിടുന്ന് കുടിച്ച് പോകാനും പിന്നെ കൊണ്ടുപോകാനും ഒക്കെ ഉള്ളത് വേണം. ഇപ്പാക്ക് പൂളറച്ച് കൊടുക്കലാട്ടോ പണി. രാവിലെ കടകൾ കൂടെ കൊണ്ടുപോയി കൊടുക്കും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ലൈനിൽ കൂടെ കൊണ്ടുപോയി വെക്കും. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചു. ഇവിടെ വിറകടുപ്പാണ് ഉപയോഗിക്കല്. റബ്ബർ വിറകും തെങ്ങുമട്ടലും ചകിരിയായിട്ട് ഇഷ്ടംപോലെ വിറക് കിട്ടും ഇവിടെ. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി അരി ഇട്ട് കൊടുക്കുക. ചോറ് വേകുമ്പോഴത്തേന് ഇനി കറിക്കുള്ളതൊക്കെ തയ്യാറാക്കണം. പരിപ്പും വെള്ളരിക്കയാണ് കേട്ടോ ഒന്ന് കറി. അപ്പോൾ അതിനായിട്ട് പരിപ്പൊക്കെ കഴുകിയ വെള്ളത്തിലിട്ട് വെച്ചു. ചോറ് ആവശ്യത്തിനുള്ള വേവായി. ഇനി പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ട് ചോറൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. പരിപ്പും വെള്ളരിക്കും തക്കാളിയൊക്കെ ഇട്ടൊരു കറിയും ഉണക്കമീനും കയ്പങ്ങുപ്പേരിയാണ് കേട്ടോ ഇന്നത്തെ കറി. അങ്ങനെ ചോറ് ഊറ്റി കഴിഞ്ഞു. ഇനി അടുപ്പത്ത് വെച്ച് അതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. കഞ്ഞിവെള്ളം വേറൊരു പാത്രത്തൊക്കെ മാറ്റി ഇനി ചോറ് വെച്ച കലം വെണ്ണൂറിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. പരിപ്പ് വെന്ത് വരുമ്പോൾ തന്നെ ഉണക്കമീൻ മുറിച്ച് വെള്ളത്തിലിടാം കേട്ടോ. ഇന്ന് ഉണക്കസ്രാവാണ്. അങ്ങനെ ഉണക്കമീനൊക്കെ മുറിച്ച് വെള്ളത്തിലിട്ടു. ഇനി വെള്ളരിക്ക നന്നാക്കി വെക്കാം. വിറകടുപ്പാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും കേട്ടോ. ഒന്ന് കഴിയുമ്പോഴത്തേന് അടുത്തത് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെക്കും. പിന്നെ ഒരു തക്കാളിയും 2 പച്ചമുളകും എടുത്ത് അതൊക്കെ അരിഞ്ഞ് വെച്ചു കേട്ടോ. ഇനി പാത്രം കുറേ കഴുകാനുണ്ട്, അതൊക്കെ കഴുകി വെച്ചു. നല്ല മഴയാണ് കേട്ടോ. രാവിലെ തുടങ്ങിയതാണ്. തോടും പാടൊക്കെ നിറഞ്ഞ് കവിഞ്ഞു. നമ്മളെ വീടിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ചെറിയൊരു കൈത്തോടുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വലിയൊരു തോടുണ്ട് കേട്ടോ. ഇനി നമ്മളെ വീഡിയോയിൽ അതൊക്കെ കാണിക്കും. ഇനി ഉണക്കമീനും കൂടി പൊരിക്കാനുണ്ട്. ഉണക്കമീൻ പൊരിക്കുമ്പോൾ അതിലേക്ക് 2-3 പച്ചമുളകും കൂടി കീറിയിട്ടാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഉണക്കമീനൊക്കെ പൊരിച്ചെടുത്തു കേട്ടോ. നല്ല കയ്പങ്ങ കിട്ടിയേനെ കേട്ടോ. അപ്പോൾ അത് അച്ചാറിടാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഉപ്പേരിക്കുള്ള കയ്പങ്ങ അരിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് അങ്ങനെ ചോറും കറിയൊക്കെയായി. ഇനി അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് തോട്ടിൽ വെള്ളം കയറിയിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോകണം. വൈകുന്നേരം പാപ്പാൻ്റെ വീട്ടിൽ പോയിട്ട് ഒപ്പാൻ്റെ അനിയൻ്റെ വീട്ടിൽ അവിടുന്ന് മന്തി അൽഫാമൊക്കെ കഴിച്ചു. ഞങ്ങളെ വീട് നിലമ്പൂർ കരുളായിയാണ് കേട്ടോ. ഒപ്പാൻ്റെ അനിയൻ്റെ വീട് ചുങ്കത്രയാണ്, പള്ളിക്കുത്ത്. ഞങ്ങളാദ്യം അവിടെ തന്നെ ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയതാണ്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.